എല്ലാവർക്കും മല്ലുവുഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പാട്രിയോട്ട് എന്ന സ്വന്തം പുണ്യാളൻ, ബസൂക്ക എന്നീ സിനിമകളുടെ അപ്ഡേറ്റ്സ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് പ്രതിച്ഛായ എന്ന സിനിമയെ പറ്റിയാണ്. നിവിൻ പോളി നായകനായ ഈ ഒരു സിനിമയുടെ OTT ഇപ്പോൾ റിലീസ് ആവാൻ പോവുകയാണ്. ബാലചന്ദ്രൻ മേനോൻ, ഷറഫുദ്ദീൻ, ആൻ അഗസ്റ്റിൻ, സായ് കുമാർ എന്നിവരാണ് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ ഒരു കഥ പറഞ്ഞു പോകുന്നത് ഒരു പവർഫുൾ അച്ഛനും അവന്റെ ലെജൻസിയുമായി ചുറ്റിപ്പറ്റിയാണ്. അച്ഛന് നേരെ വരുന്ന പ്രശ്നങ്ങൾ കാരണം മകന് പൊളിറ്റിക്സിലേക്ക് വരേണ്ടി വരുന്നു. ഈ ഒരു കഥയാണ് പറഞ്ഞു പോകുന്നത്. പ്രതിച്ഛായ ഇപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാറിൽ ഇന്ന് രാത്രി 12 മണിക്ക് OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. പ്രതിച്ഛായ ഒരു പൊളിറ്റിക്കൽ ഡ്രാമ ത്രില്ലർ ഫീൽ നൽകുന്ന ഒരു സിനിമയാണ്. അടുത്തൊരു അപ്ഡേറ്റ് തായ്ക്കിഴവി എന്ന സിനിമയെ പറ്റിയാണ്. തായ്ക്കിഴവി ഒരു ഇമോഷണൽ ആക്ഷൻ ഡ്രാമ സിനിമയാണ്. ഒരു കഥ, അതായത് ഒരു ഗ്രാമ പശ്ചാത്തലത്തിൽ നടക്കുന്ന ഒരു ഫാമിലി റിവെഞ്ച് സ്റ്റോറിയാണ് പറഞ്ഞു പോകുന്നത്. ഹീറോ തൻ്റെ കുടുംബത്തെയും അമ്മയെയും സംരക്ഷിക്കാൻ വേണ്ടി ഫൈറ്റ് ചെയ്യുന്നു. പഴയ പ്രശ്നങ്ങളും റിവെഞ്ച് എലമെന്റ്സുമാണ് കഥയിൽ പറഞ്ഞു പോകുന്നത്. ഈ ഒരു സിനിമ ഇമോഷൻ, ആക്ഷൻ, വില്ലേജ് പൊളിറ്റിക്കൽ മിക്സ് ചെയ്യുന്ന ഒരു സിനിമയാണ്. ഇപ്പോഴിതാ തായ്ക്കിഴവിയുടെ OTT റിലീസ് ചെയ്യാൻ പോവുകയാണ്. ജിയോ ഹോട്ട്സ്റ്റാറും സിമ്പിൾ സൗത്തുമാണ് ഈ ഒരു സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ഏപ്രിൽ അവസാനം ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് പാട്രിയോട്ട് എന്ന സിനിമയെ പറ്റിയാണ്. ലെജൻസായ മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിച്ചെത്തുന്ന ചിത്രമാണ് ഈ ഒരു സിനിമ. ഇപ്പോഴിതാ ഈ ഒരു സിനിമ ഇന്നലെ രാത്രി സർപ്രൈസ് ആയി തന്നെ OTT റിലീസ് ചെയ്തു. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് പാട്രിയോട്ടിന്റെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു സിനിമ ജിയോ ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ്. അടുത്തൊരു അപ്ഡേറ്റ് ബാൻഡ് മേളം എന്ന സിനിമയെ പറ്റിയാണ്. നിർഭാഗ്യവും തെറ്റിദ്ധാരണവും മൂലം വേർപിരിയുന്ന ബാല്യകാല സുഹൃത്തുക്കളെ കുറിച്ചാണ് ഈ ഒരു സിനിമ പറഞ്ഞു പോകുന്നത്. ബാൻഡ് മേളം ഒരു തെലുങ്ക് സിനിമയാണ്. ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് സതീഷ് ചാവഞ്ചിയാണ്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. ഇന്ന് രാത്രി 12 മണിക്ക് C5ലാണ് ബാൻഡ് മേളത്തിന്റെ OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഹാപ്പി രാജ് എന്ന സിനിമയെ പറ്റിയാണ്. ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് ജീവ് പ്രകാശാണ്. ഈ ഒരു സിനിമ തമിഴ് റൊമാൻറ്റിക് കോമഡി സിനിമയാണ്. ഈ ഒരു സിനിമയുടെ OTT ഇപ്പോൾ റിലീസ് ചെയ്യാൻ പോവുകയാണ്. ഈ ഒരു സിനിമയുടെ OTT ഏപ്രിൽ 24, അതായത് ഇന്ന് രാത്രി 12 മണിക്ക് ആമസോൺ പ്രൈമിൽ OTT റിലീസ് ചെയ്യും. അടുത്തൊരു അപ്ഡേറ്റ് ദി ഐഡിയ ഓഫ് യു എന്ന സിനിമയെ പറ്റിയാണ്. ഈ ഒരു സിനിമ റൊമാൻറ്റിക് ഡ്രാമയാണ്. ഈ ഒരു സിനിമയുടെ OTT ഇപ്പോൾ റിലീസ് ചെയ്യാൻ പോവുകയാണ്. ആമസോൺ പ്രൈമാണ് ഈ ഒരു സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ദി ഐഡിയ ഓഫ് യു ഒരു ആക്ഷൻ അഡ്വഞ്ചർ സിനിമയാണ്. ഒരു 40 വയസ്സുള്ള ഒരു സ്ത്രീ ഒരു യുവ പോപ്പ് സിംഗറിനെ സ്നേഹിക്കുന്നു. വയസ്സിലെ വ്യത്യാസം കാരണം അവരുടെ ബന്ധത്തിലുണ്ടാകുന്ന പ്രശ്നത്തെ പറ്റിയാണ് ഈ ഒരു സിനിമ പറഞ്ഞു പോകുന്നത്. ദി ഐഡിയ ഓഫ് യു ഒരു ഏജ് ഗ്യാപ്പ് റിലേഷൻഷിപ്പ് സ്റ്റോറിയാണ് പറഞ്ഞു പോകുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് വെഞ്ചസ് എന്ന സിനിമയെ പറ്റിയാണ്. ഒരു മനുഷ്യൻ ഒരു പെൺകുട്ടിയുടെ മരണ സംഭവത്തിനെ കുറിച്ച് അന്വേഷിച്ചു പോകുന്നതാണ് ഈ ഒരു സിനിമ കഥ പറഞ്ഞു പോകുന്നത്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ചെയ്യാൻ പോവുകയാണ്. വെഞ്ചസിന്റെ OTT വാങ്ങിച്ചിരിക്കുന്നത് ആമസോൺ പ്രൈമാണ്. വെഞ്ചസ് ഒരു ത്രില്ലർ ഡാർക്ക് കോമഡി സിനിമയാണ്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT ആമസോൺ പ്രൈമിൽ ഈ മാസം അവസാനം തന്നെ OTT റിലീസ് ചെയ്യും. അടുത്തൊരു അപ്ഡേറ്റ് ദിലീപ് നായകനായ തങ്കമണി എന്ന സിനിമയെ പറ്റിയാണ്. ഈ ഒരു സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത് സൈന പ്ലേ ആണ്. സൈന പ്ലേയിൽ ഈ ഒരു സിനിമയുടെ OTT അടുത്ത് തന്നെ റിലീസ് ചെയ്യും. 1980കളിൽ നടന്ന ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയാണ് ഈ ഒരു സിനിമ പറഞ്ഞു പോകുന്നത്. ഈ ഒരു സിനിമയുടെ OTT ഈ മാസം അവസാനം അല്ലെങ്കിൽ മെയ് ആദ്യവാരം തന്നെ OTT റിലീസ് ചെയ്യും. അടുത്തൊരു അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയെ പറ്റിയാണ്. മലയാള സൂപ്പർ സ്റ്റാർ മമ്മൂട്ടി നായകനായ ബസൂക്ക എന്ന സിനിമ ഈ മാസം അവസാനം അല്ലെങ്കിൽ മെയ് ആദ്യവാരം തന്നെ OTT റിലീസ് ചെയ്യും. ക്രൈം കേസുകൾ സോൾവ് ചെയ്യാൻ ഒരു പോലീസിനെ സഹായിക്കുന്ന ഒരു ബുദ്ധിമാനായ ഒരു ഹാക്കറിന്റെ വേഷത്തിലാണ് ഇതിലേക്ക് മമ്മൂട്ടി എത്തുന്നത്. ഈ ഒരു സിനിമയുടെ OTT അടുത്ത് തന്നെ റിലീസ് ചെയ്യും. അടുത്തൊരു അപ്ഡേറ്റ് ജിന്ന് എന്ന സിനിമയെ പറ്റിയാണ്. ഈ ഒരു സിനിമ ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ സിനിമയാണ്. ഷൗബിൻ ഷാഹിർ, ഷറഫുദ്ദീൻ, നിഷാദ് സാഗർ, ലിനോൻ ലിഷി എന്നിവരാണ് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഒരു അപകടത്തിന് ശേഷം അവൻ്റെ ജീവിതത്തിൽ വ്യത്യസ്തമായ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അതിനെപ്പറ്റിയാണ് ഈ ഒരു സിനിമ പറഞ്ഞു പോകുന്നത്. ജിന്ന് എന്ന സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത് ആമസോൺ പ്രൈമാണ്. ആമസോൺ പ്രൈമിൽ ജിന്ന് എന്ന സിനിമയുടെ OTT അടുത്ത് തന്നെയായി റിലീസ് ചെയ്യും. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് സ്വന്തം പുണ്യാളൻ എന്ന സിനിമയെ പറ്റിയാണ്. മഹേഷ് മധു സംവിധാനം ചെയ്ത ഈ ഒരു സിനിമ കോമഡി ഫാമിലി ഡ്രാമ സിനിമയാണ്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ചെയ്യാൻ പോവുകയാണ്. ആമസോൺ പ്രൈമാണ് എന്ന് സ്വന്തം പുണ്യാളൻ എന്ന സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. അർജുൻ അശോകൻ, അനശ്വര രാജൻ, ബാലു വർഗീസ് എന്നിവരാണ് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്.
കോമഡി ഫാമിലി ഡ്രാമയായ ഈ ഒരു സിനിമയുടെ OTT ഈ ഒരു മാസം അവസാനം അല്ലെങ്കിൽ മെയ് ആദ്യ വാരം തന്നെ OTT റിലീസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.